മാസം 19-ാം തീയതി കൃഷ്ണപ്പിള്ള ദിനാചരണത്തിന്റെ ഭാഗമായി 4 മാസം മുന്നേ കൃഷ്ണപ്പിള്ള ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് അവസാനത്തെ ഏരിയ പ്രകടനം നടന്നത്. ഓർക്കാട്ടേരിയിൽ 2534 ആളുകൾ പങ്കെടുത്ത പ്രകടനം. ഒഞ്ചിയം ഏരിയയിൽ 1200 ചിലാനം പാർട്ടി അംഗങ്ങളുള്ള പാർട്ടി. ആ 1200 ചിലാനം അംഗങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് ഭാര്യയെയും മകളെയും കൂട്ടി വന്നാൽ 3600 ചിലാനം ആളുകളുടെ പ്രകടനം നടക്കേണ്ടുന്ന ഓർക്കാട്ടേരി അങ്ങാടിയിൽ ആഗസ്റ്റ് മാസം 19-ാം തീയതി 2534 ആളുകളുടെ പ്രകടനം നടത്തി പത്തി താഴ്ത്തിപ്പോയ പാർട്ടി എന്റെ 4 മാസക്കാലമായി ഏരിയ അടിസ്ഥാനത്തിൽ പ്രകടനം നടത്താത്തത്? VS അച്യുതാനന്ദൻ വന്നപ്പോൾ ബഹുജന റാലി നടത്തുമെന്ന് പ്രഖ്യാപിച്ച പാർട്ടി എന്തുകൊണ്ടാണ് റാലിയും പ്രകടനവും നടത്താതെ പൊതുസമ്മേളനമാക്കി ചുരുക്കി കളഞ്ഞത്? VS വന്ന ദിവസം ഓർക്കാട്ടേരിയിൽ വലിയ ജനം വന്നു. ഈ താലൂക്കിൽ എല്ലാ ഭാഗത്തു നിന്നും ആൾ വന്നു. ഒരു പ്രകടനം നടത്തിയാൽ അറിയാം പ്രകടനം തീർക്കാൻ വന്ന ആളെത്രയാണ്. അതുകൊണ്ട് പ്രകടനം നടത്തിയില്ല. വന്ന ആളുകളൊക്കെ CPIM-ന്റെ കണക്കിൽ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഒന്ന് മാത്രമാണ്, എന്തിനാണ് VS അച്യുതാനന്ദനെ ഓർക്കാട്ടിലേക്ക് കെട്ടിയെഴുന്നള്ളിച്ചത്? പ്രസംഗ വേണുവട്ടം നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് നടക്കുന്ന രൂക്ഷമായ ആശയ സമരങ്ങളിൽ ജനപക്ഷം നിൽക്കുന്ന നേതാവാണ് VS അച്യുതാനന്ദൻ എന്നൊരു ജനത വിശ്വസിക്കുന്നതുകൊണ്ട് ജനങ്ങളെല്ലാം പല പ്രദേശങ്ങളിൽ ഒരു പാർട്ടി നേതൃത്വത്തിന്റെയും ആഹ്വാനമില്ലാതെ VS-ന്റെ ഫോട്ടോ വെച്ചു. VS അച്യുതാനന്ദന്റെ ഫോട്ടോ കഴിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവെക്കാൻ ഉത്തരവിട്ടത് RSS-കാരല്ല, ജനതാദളുകാരല്ല, UDF-കാരല്ല, CPIM-ന്റെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി. SP-യെ വിളിക്കുന്നു, DYSP-യെ വിളിക്കുന്നു. ഈ മഹാവിപത്ത്, ഈ അങ്ങാടിയിലെ ഈ പോസ്റ്റിൽ തൂങ്ങി നിൽക്കുന്ന ഈ മഹാവിപത്തിനെ എത്രയും പെട്ടെന്ന് അഴിച്ചു മാറ്റണം. ഞങ്ങൾക്കതിന് ഇവിടെ ഞങ്ങളുടെ സംഘടനാ സംവിധാനം എന്ന് മതിയാവില്ല. അതുകൊണ്ട് പോലീസിന് സഹായം വേണം. നോക്കൂ നിങ്ങൾ, ഈ വൈക്കിശ്ശേരി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് CPIM-ന് അഴിച്ചു മാറ്റാൻ ഒരു ബോർഡ് അഴിച്ചു മാറ്റാൻ സംഘടനാ ശേഷിയില്ല എന്ന് വരുമ്പോ ഒഞ്ചിയം ഏരിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ നിൽക്കുന്ന ആളുകൾ മണ്ണൊലിച്ചു പോയിരിക്കുന്ന തിരിച്ചറിവിൽ നിന്നാണ് പോലീസിനെ വെച്ച് VS-ന്റെ ബോർഡ് അഴിപ്പിച്ചു. അതേ VS അച്യുതാനന്ദൻ 1.5 മാസം കഴിഞ്ഞ് ഓർക്കാട്ടേരിയിലേക്ക് കെട്ടിയെഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. വലിയ പ്രചരണങ്ങൾ. VS അച്യുതാനന്ദന്റെ നിറഞ്ഞ ചിരിയോടെയുള്ള ഫ്ലക്സ് ബോർഡുകൾ ഈ ഏരിയയിലെമ്പാടും ഉയർത്തി 10,000-കണക്കിന് രൂപ ചെലവഴിച്ച് വമ്പിച്ച പ്രചരണങ്ങൾ. ആ പ്രചരണങ്ങളുടെ കൊടുക്കം VS വന്നു ഓർക്കാട്ടേരിയിൽ. ജനം ഉറ്റുനോക്കി പ്രസംഗം. എന്താ VS അച്യുതാനന്ദ പ്രസംഗത്തിന്റെ പ്രത്യേകത? 5 മാസക്കാലമായി ഒഞ്ചിയം ഏരിയയിലെ കമ്മ്യൂണിസ്റ്റുകാരും അല്ലാത്തവരുമായ എല്ലാ ജനാധിപത്യ വിശ്വാസികളും CPIM-നകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ എല്ലാ പൊതുയോഗവും കേൾക്കുന്നു. എന്താ ഓരോ പൊതുയോഗവും? വന്ന നേതാക്കന്മാരെല്ലാം ഒഞ്ചിയം ഏരിയയിലെ കമ്മ്യൂണിസ്റ്റുകാർ അടക്കിത്തെറി പറഞ്ഞു. മദ്യപാനികളാണ്, പാർട്ടി വിരുദ്ധരാണ്, ഈ പാർട്ടിയെ തകർക്കാൻ കാശുപറ്റിയവരാണ്, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ആസ്ഥാനം കത്തിച്ചവരാണ്, കുലംകുത്തികളാണ്, വർഗവഞ്ചകരാണ്, RSS-കാരാണ്, NDF-കാരാണ്. കഴിഞ്ഞ 5 മാസക്കാലമായി ഒഞ്ചിയം ഏരിയക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ സാമ്രാജ്യത്വത്തിന്റെ സഹായത്തോടെ നടക്കുന്ന പാർട്ടി വിരുദ്ധ നീക്കമാണിത് എന്ന് എല്ലാ നേതാക്കന്മാരും പറഞ്ഞു. പക്ഷേ VS അച്യുതാനന്ദൻ വന്ന് പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാണ്. എന്താ VS പറഞ്ഞത്? ആ CD കേട്ടാ നിങ്ങൾക്കറിയാം. രക്തസാക്ഷികളുടെ ഈ ചുവന്ന മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ആരെങ്കിലും പരിശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. VS-ന്റെ പ്രസംഗം ആരംഭിച്ചത് അങ്ങനെയാണ്. കഴിഞ്ഞ 5 മാസക്കാലമായി ഒഞ്ചിയം ഏരിയയിലകത്ത് വന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ ഇവിടുത്തെ ഏരിയ സെക്രട്ടറി വരെ നടത്തിയ പ്രസംഗങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ സാമ്രാജ്യത്വത്തിന്റെ ഫണ്ട് വാങ്ങി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ആസ്ഥാനത്ത് തീക്കൊളുത്തി ഒഞ്ചിയം ഏരിയയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുന്ന പാർട്ടി വിരുദ്ധരാണ് ഇവരെല്ലാമെന്ന CPIM നേതൃത്വത്തിന്റെ പ്രഖ്യാപനത്തെ പ്രസംഗത്തിന്റെ ആദ്യ വാചകത്തിൽ തന്നെ VS നിരാകരിച്ചു. തുടർന്ന് VS പറഞ്ഞു, പുറത്തുപോയ ആളുകളെയെല്ലാം വിളിച്ച് ചർച്ച നടത്തണം, തെറ്റുകൾ തിരുത്തണം, എല്ലാ ആളുകളെയും പാർട്ടിക്കകത്തേക്ക് മടക്കി കൊണ്ടുവരണം. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ ലോക്കൽ കമ്മിറ്റിയിലേക്ക്, ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ഏരിയ കമ്മിറ്റിയിലേക്ക്. CPIM നേതൃത്വം എന്താ പറഞ്ഞത്? CPIM നേതൃത്വം പറഞ്ഞു, പുറത്തായവർ പുറത്തു തന്നെ. VS അച്യുതാനന്ദന്റെ അഭിപ്രായമാണോ CPIM-ന്റെ അഭിപ്രായമെന്ന് ഈ ഒഞ്ചിയം ഏരിയയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ ചോദിച്ചപ്പോ 24 മണിക്കൂർ കൊണ്ട് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ പിണറായി വിജയൻ കാസർകോട്ട് ചെറുവത്തൂരിലെ ഏരിയ കമ്മിറ്റി ആസ്ഥാനത്തിന്റെ തറക്കല്ലിൽ ചടങ്ങ് കഴിഞ്ഞ് നടത്തിയ പൊതുസമ്മേളനത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, VS അച്യുതാനന്ദന്റെ അഭിപ്രായമല്ല കേരളത്തിലെ CPIM-ന്റെ അഭിപ്രായം. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 1964 ഈ പാർട്ടി രൂപീകരിക്കുമ്പോൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്ന് അന്യവർഗ വ്യതിയാനങ്ങൾക്കെതിരായി വലതുപക്ഷ റിവിഷനിസത്തിനെതിരായി പടവെട്ടി പുറത്തിറങ്ങി വന്ന ജീവിച്ചിരിക്കുന്ന 2 പേരിൽ ഒരേ ഒരാൾ, ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പോളിറ്റ് ബ്യൂറോ അംഗം VS അച്യുതാനന്ദന്റെ അഭിപ്രായം CPIM-ന്റെ അഭിപ്രായമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പിണറായി പറഞ്ഞു, പിണറായി വിജയൻ കുലംകുത്തി എന്ന് വിളിച്ചാൽ അവർ കുലംകുത്തി തന്നെ. ഒഞ്ചിയം ഏരിയയിലെ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ നിൽക്കണം. ഒഞ്ചിയം ഏരിയയിലെ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ നിൽക്കണം. ഈ മണ്ണിനകത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്ത തെറ്റെന്താ പറയണം. ആർക്കെങ്കിലും പഞ്ചായത്ത് മെമ്പറാവാൻ, ആർക്കെങ്കിലും പാർലമെന്റ് മെമ്പറാവാൻ, ആർക്കെങ്കിലും പാൽ സൊസൈറ്റിയുടെ ഡയറക്ടറാവാൻ, ആർക്കെങ്കിലും ജനകീയ ആസൂത്രണത്തിലെ കോഴിയെ കിട്ടാൻ നടത്തിയ പോരാട്ടമാണോ ഇത്? ഒഞ്ചിയം ഏരിയയിലെ CPIM-ന്റെ നേതൃത്വം ജനങ്ങളിൽ നകന്നുകൊണ്ടിരിക്കുന്നു. ഒഞ്ചിയം ഏരിയയിലെ CPIM-ന്റെ നേതൃത്വം പുത്തൻ പണച്ചാക്കുകളുടെയും പ്രമാണി വർഗത്തിന്റെയും താല്പര്യങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുന്നു. അത് തിരുത്തപ്പെടണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പണിയെടുക്കുന്ന സഖാക്കൾക്ക് അംഗീകാരം ഉണ്ടാവണം.
ആളുകളെ പുറന്തള്ളുക എന്ന് പറയുന്ന ഒരു പാർട്ടി നേതൃത്വത്തിന്റെ ജോലിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദശാബ്ദങ്ങളെടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന കേഡർമാരെ പുല്ലുപോലെ പറിച്ചെറിയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിന്റെ നയതന്ത്രമല്ല. സഖാക്കളെ നിലനിർത്തണം. നോക്ക്, നിങ്ങളുടെ സഖാ വേണുവട്ടം പറഞ്ഞ് എത്ര സഖാക്കളെ പുറന്തള്ളി, എത്ര സഖാക്കളെ ഒരാളെ കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഗുണകരമായി നേതൃത്വം കൊടുക്കാൻ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഗുണകരമായി നയിക്കാൻ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ സന്നദ്ധതയുള്ള ഒരാളെ കൊണ്ടുവരാൻ കഴിഞ്ഞോ ഈ 5 മാസക്കാലത്തിനിടയിൽ? 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് വള്ളിക്കാട്ടങ്ങാടിയിൽ മൈക്ക് കെട്ടി പ്രഖ്യാപിച്ചു, അടിച്ചോളുള്ള പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയാണ് പറഞ്ഞത്, ഞങ്ങൾ ഏറ്റെടുത്തോളും. ഈ പാർട്ടിക്കകത്ത് എങ്ങനെ ജനത്തിൽ നിൽക്കാൻ കഴിയും? ഈ പാർട്ടിക്കകത്ത് എങ്ങനെ ജനത്തിൽ നിൽക്കാൻ കഴിയും? അതുകൊണ്ടാണ് വൈക്കശ്ശേരി കൺവെൻഷൻ വളരെ എളുപ്പത്തിൽ നടന്നത്. നിങ്ങൾ നോക്ക്, 5-6 മാസക്കാലമായി പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ബുദ്ധിപരമായ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചു ഈ പാർട്ടി. നിങ്ങൾക്ക് 6 മാസക്കാലത്തിനിടയിൽ പോയ ഒരാളെങ്കിലും മടക്കി കൊണ്ടുവരാൻ ആവശ്യമായ ബുദ്ധിപരം. നിങ്ങൾക്ക് വി എസ് അച്യുതാനന്ദന്റെ പ്രസംഗം സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നിഷേധിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊരു ഗുണപരമായ മാറ്റമാകുമായിരുന്നു. വി എസ് അച്യുതാനന്ദൻ ഓർക്കാട്ടരിയിൽ നടത്തിയ പ്രസംഗം ഈ ഒഞ്ചിയം ഏരിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തകത്ത് നടന്ന പ്രസംഗക്കകത്ത് ഒരു മയപ്പെട്ട അന്തരീക്ഷം ഉണ്ടാക്കിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിന് അന്തരീക്ഷം ഈ മണ്ണിൽ നിലനിന്നിരുന്നുവെങ്കിൽ, ആ ഭയപ്പെട്ട അന്തരീക്ഷം ഈ മണ്ണകത്തിൽ നിലനിന്നിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്ക് തോന്നുമായിരുന്നു എന്റെ പാർട്ടിയാണ്. പക്ഷേ ഇതെന്റെയും നിങ്ങളുടെയും പാർട്ടിയല്ല എന്ന്, ഇത് ഫാരിസ് അബൂബക്കറിന്റെയും സാന്റിയാഗോ മാർട്ടിന്റെയും സേവി മനോ മാത്യുവിന്റെയും കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന പുത്തൻ ഉപജാപക സംഘങ്ങളുടെയും രാഷ്ട്രീയമാണ്, പാർട്ടിയാണിത് എന്ന് തെളിയിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ചെറുപ്പത്തുള്ള പ്രഖ്യാപനം. ജനം പോയ പ്രശ്നമില്ല, ഫാരിസ് അബൂബക്കർ ഉണ്ടാവണം. ജനം പോയ പ്രശ്നമില്ല, ദേശാഭിമാനിക്ക് 2 കോടി കിട്ടാൻ സാന്റിയാഗോ മാർട്ടിൻ വളരെ സുരക്ഷിതരായി മണ്ണിനകത്തുണ്ടാകണം. അത്രയേ CPIM നേതൃത്വം ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ കേരളത്തിനകത്ത് നടക്കുന്ന രൂക്ഷമായ ആശയ പോരാട്ടങ്ങളുമായി ചേർത്തുകൊണ്ട് ഒഞ്ചിയം ഏരിയയിലെ പ്രശ്നങ്ങളെ കാണാൻ നമുക്ക് കഴിയണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. നോക്ക് നിങ്ങൾ, പാർട്ടിയുടെ നേതൃത്വം സജ്ജീകരണം നടത്തുന്ന പുത്തൻ ഉപജാപക സംഘങ്ങൾ കഴിഞ്ഞ 2, 3, 4 ദിവസക്കാലമായി ഈ കേരളത്തിനകത്ത് കേൾക്കുന്ന വാർത്തകൾ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കേൾക്കാൻ പാടുള്ളതാണോ? കിളിരൂർ പെൺവാണിപ്പത്തിന്റെ കേസ് ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുങ്ങി. പറയുന്നത് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് ഓഫീസിനകത്ത് വർക്ക് ചെയ്ത IAS കാരൻ സുരേഷ് കുമാർ. നോക്കൂ നിങ്ങൾ, പെൺവാണിപ്പക്കാരെയെല്ലാം വിലങ്ങ് വെച്ച് ഈ തെരുവിലൂടെ നടത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറിപ്പോയ സഖാ VS-ന്റെ ആഫീസിനകത്ത് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന പോരാളിയായ കമ്മ്യൂണിസ്റ്റുകാരന്റെ കൈക്ക് വിലങ്ങ് വെച്ച് ചുറ്റും 8 മന്ത്രിമാരെ സെക്രട്ടേറിയറ്റിൽ നിന്ന് തന്റെ ഗ്രൂപ്പുകാരാണ് നിരത്തി ഈ കേരളത്തിനകത്ത് സഖാ VS-ന് ഒരു ഇടപെടൽ നടത്താൻ ശേഷി ഉണ്ടാവരുത്, VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന പോരാളിയായ കമ്മ്യൂണിസ്റ്റുകാരനെ ചങ്ങലക്കിടണമെന്ന് തീരുമാനിച്ച് നടത്തിയ നാടകങ്ങളുടെ ഭാഗമായിട്ടാണ് കിളിരൂർ ഉൾപ്പെടെയുള്ള എല്ലാ പെൺവാണിഭ കേസുകളും മുങ്ങിമറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 മാസക്കാലം കൊണ്ട് ലാദിൻ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു ഫെബ്രുവരി മാസത്തിൽ. അതിന് മുന്നൊരുക്കമായി VS അച്യുതാനന്ദനെ തകർക്കണം. വളരെ കൃത്യമായ ഉദ്ദേശങ്ങളോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം. നിങ്ങൾ നോക്ക്, ചെന്നൈയിലെ വിമാനത്താവളത്തിൽ വെച്ച് പിണറായി വിജയന്റെ തോക്കിനകത്ത് നിന്ന് ഉണ്ട പിടിച്ചപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് ചെന്നൈ വിമാനത്താവളത്തിലേക്ക് ഓടിയെത്തിയതാരാ? CPIM-ന്റെ തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിയാ? പിണറായി വിജയന്റെ ബാഗിൽ നിന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ ചുണ്ട പിടിച്ചപ്പോ ആദ്യമായി ഓടി വന്നത് CPIM-ന്റെ തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി ഫാരിസ് അബൂബക്കറാണ്. ആ കാരണകത്താണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. നോക്കണം നിങ്ങൾ, ഒരു പാർട്ടി ഇങ്ങനെയാവാമോ? ഒരു പാർട്ടി ഇങ്ങനെ ഇവിടെ നേരത്തെ പറഞ്ഞു എണ്ണമറ്റ ത്യാഗങ്ങളിലൂടെ, എണ്ണമറ്റ PK രമേശിനെ പോലുള്ള ആളുകൾ 18 വയസ്സേ പൂർത്തിയായിട്ടുള്ളൂ. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി മണപ്പള്ളിക്കുന്നിന്റെ മുകളിൽ വർഗീയ ഫാസിസ്റ്റുകളുടെ കടാരമുഴത്തുമ്പിൽ സ്വന്തം ജീവിതം ഒരു പൂ പോലെ പറിച്ചിട്ട് കൊടുത്ത ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ചോരയുള്ള പാർട്ടിയാണിത്. രമേശന്റെ ചോര വീണ മണപ്പള്ളിക്കുന്നിന്റെ മുകളിലെ പുതിയ കഥ എന്താ? കഴിഞ്ഞ 1.5 പതിറ്റാണ്ടുകാലത്തിനിടയിൽ മടപ്പള്ളി കോളേജിൽ ജനറൽ സീറ്റിൽ SFI 1 തോറ്റു. എന്താ അനുഭവം? ഒഞ്ചിയം ഏരിയയിലുള്ള കുട്ടികൾ മാത്രമാണ് മടപ്പള്ളി പഠിക്കുന്നത്. ഈ വടകര താലൂക്കിന്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്ന്, കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ വരുന്ന കോളേജാണ് മടപ്പള്ളി കോളേജ്. അവിടെ SFI റവല്യൂഷണറി സ്ഥാനാർത്ഥികളെ നിർത്തി എല്ലാ ജനറൽ സീറ്റിലും. എന്താ CPIM ചെയ്തത്? എന്താണ് SFI ചെയ്തത്? ജനാധിപത്യപരമായ പോരാട്ടത്തിന് മടപ്പള്ളി കോളേജിന് മുകളിൽ അവസരമൊരുക്കിയോ? ഒഞ്ചിയം ഏരിയയുടെ പുറത്ത് പാർക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചു. വീട്ടിൽ കയറി ചെന്ന് ഭീഷണിപ്പെടുത്തി SFI റവല്യൂഷണറിയുടെ സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിച്ച അവസാനം ഈ ഒഞ്ചിയം ഏരിയയിൽ പാർക്കുന്ന 4 പെൺകുട്ടികൾ മാത്രം പോരാട്ട രംഗത്ത് ബാക്കിയായി. അവരെ പിൻവലിപ്പിക്കാനായാലും ഒഞ്ചിയം ഏരിയയിലെ സവിശേഷ സാഹചര്യം കൊണ്ട് വീട്ടിൽ കയറിയാൽ തല്ലുകൊള്ളും. ഒഞ്ചിയം ഏരിയയെ ഈ വീടുകളിൽ കയറി ചെന്ന് ഭീഷണിപ്പെടുത്തിയാൽ തല്ലുകൊള്ളും. അതുകൊണ്ട് ഒഞ്ചിയം ഏരിയയിൽ പാർക്കുന്ന 4 പേരെ പിൻവലിപ്പിക്കാനായില്ല. ആ 4 പേരിൽ വൈസ് ചെയർമാൻ സ്ഥാനത്ത് ഒഞ്ചിയം സ്വദേശി സുരഭില എന്ന് പറയുന്ന പെൺകുട്ടി SFIയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മടപ്പള്ളി കോളേജിന് മുകളിൽ വിജയിച്ചു വന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥി ഓർക്കാട്ടേരി സ്വദേശി ഫിനിഷ തോറ്റത് 3 വോട്ടിനാണ്. 3 വോട്ടിന്. എന്തൊക്കെയാണ് CPIM ഒരുക്കിയ സന്നാഹം? CPIM-ന്റെ ചരിത്രത്തിലാദ്യമായി കോളേജ് തെരഞ്ഞെടുപ്പിന് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി അച്ചടിച്ചു കൊടുത്ത സർക്കുലർ എല്ലാ പ്രദേശത്തേക്കും. മടപ്പള്ളി കോളേജിൽ പാർട്ടി വിരുദ്ധരും
ക്യാമ്പസ് ഫ്രണ്ടും SIO-വും ചേർന്ന് SFIയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് SFI സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കാൻ എല്ലാ പാർട്ടി ബ്രാഞ്ചുകളും രംഗത്തിറങ്ങണം. നിങ്ങളുടെ പ്രദേശത്തെ മടപ്പള്ളി കോളേജ് വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് വോട്ട് രേഖപ്പെടുത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അഭിവാദനങ്ങളോടെ EM ദയാനന്ദൻ, സെക്രട്ടറി, CPIM മുൻജിയം ഏരിയ കമ്മിറ്റി അച്ചടിച്ച സർക്കുലർ മനോരമയുടെ ഓഫീസിൽ കിടക്കുന്നു. പാർട്ടി ബ്രാഞ്ചുകൾ എല്ലാ പ്രദേശത്തും വീട് കയറിയില്ലേ മടപ്പള്ളി കോളേജിലെ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ? ഇതെല്ലാം മറികടന്നു SFIയും CPIM ഉയർത്തിയ സർവ്വ യുദ്ധസന്നാഹങ്ങളെയും മറികടന്നു. ആരാ തെരഞ്ഞെടുപ്പ് നടത്താൻ മടപ്പള്ളി കോളേജിൽ വന്നത്? എന്നോട് അവിടുത്തെ ഒരു വിദ്യാർത്ഥി പറഞ്ഞു, EM ദയാനന്ദൻ മടപ്പള്ളി കോളേജിന്റെ മുകളിൽ, CH അശോകൻ മടപ്പള്ളി കോളേജിന്റെ മുകളിൽ. നമ്മളാരും പോയില്ല. ഇത്തിരി ഇല്ലാത്ത കുട്ടികളുടെ ജനാധിപത്യ പോരാട്ട വേദിയെ അട്ടിമറിക്കാൻ ഈ പാർട്ടിയുടെ നേതൃത്വം നടക്കും. മടപ്പള്ളി കോളേജിന്റെ മുകളിൽ അണിനിരന്നു ജന കുട്ടികളെ ഭീഷണിപ്പെടുത്താൻ. എല്ലാം മറികടന്നുകൊണ്ട്, എല്ലാ യുദ്ധസന്നാഹങ്ങളെയും മറികടന്നുകൊണ്ട് മടപ്പള്ളി കോളേജിൽ 96-നിപ്പുറം കഴിഞ്ഞ 12 വർഷക്കാലത്തെ മടപ്പള്ളി കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി SFI സ്ഥാനാർത്ഥി തറവെത്തി. റവല്യൂഷണറി സ്ഥാനാർത്ഥി ജയിച്ചു. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ അവസരമുണ്ടായിരുന്നെങ്കിൽ മടപ്പള്ളി കോളേജിനകത്ത് SFIയുടെ ഒരു കുട്ടിയും ജയിക്കുമായിരുന്നില്ല. റവല്യൂഷണറി ജയിച്ച് വിജയക്കൊടി പാറിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിൽ ലഭിക്കുന്നില്ല. അനുഭവങ്ങളിൽ നിന്ന് തെറ്റുകൾ തിരുത്താൻ CPIM തയ്യാറാവണം. ഈ പാർട്ടി ഈ മണ്ണിലെ മഹാഭൂരിപക്ഷത്തിന്റെ പാർട്ടിയാണ്. ഈ മണ്ണിലെ മഹാഭൂരിപക്ഷം അന്നത്തെ അന്നം കണ്ടെത്താൻ വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യരുടെ മഹാഭൂരിപക്ഷമാണ്. ആ മനുഷ്യരുടെ പാർട്ടി എന്ന രൂപത്തിൽ, ഈ മണ്ണിലെ സാധാരണ മനുഷ്യരുടെ പാർട്ടി എന്ന രൂപത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ വിപ്ലവ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കണം. കമ്മ്യൂണിസ്റ്റ് ഫാരിസ് അബൂബക്കറിനും സാന്റിയാഗോ മാർട്ടിനുമെല്ലാം കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, ജനതാദളുണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്. പക്ഷേ ഈ മണ്ണിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യന് ഒരു പാർട്ടിയെയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിയെ ഒറ്റിക്കൊടുക്കരുത്, ആ പാർട്ടിയെ തകർക്കരുത്, ആ പാർട്ടിയുടെ നയങ്ങളിൽ വളം ചേർക്കരുത്, ആ പാർട്ടിയെ ഒരു പാർലമെന്ററി വ്യാമോഹ പാർട്ടിയാക്കി ചുരുക്കിക്കളയരുത്, ആ പാർട്ടിയെ കോടികൾ കൊണ്ട് ഷെയർ പിരിച്ചിട്ട് പാർക്കും പഞ്ചനക്ഷത്ര ഹോട്ടലും തുടങ്ങാനുള്ള സംവിധാനമാക്കി പരിമിതപ്പെടുത്തരുത്. ആ വിപ്ലവ പാർട്ടിയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഒഞ്ചിയത്തിന്റെ മണ്ണിൽ ഈ പോരാട്ടം ആരംഭിച്ചത്. എല്ലാ കവലച്ചട്ട വിതരണങ്ങളെയും, എല്ലാ കാര്യപടികളെയും, എല്ലാ ആണിതറച്ച പട്ടികകളെയും മറികടന്ന് ഈ മണ്ണിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ ഉയർത്തിയ പോരാട്ടം മുന്നോട്ട് പോകും. CPIM-ന്റെ നേതൃത്വം തെറ്റുതിരുത്തുന്നതുവരെ ഒഞ്ചിയം ഏരിയയിലെ 10,000ങ്ങളുടെ പിന്തുണയുള്ള ഈ മണ്ണിനകത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി ഈ പ്രസ്ഥാനം നിലയുറപ്പിക്കും. അതിന് ഈ വൈക്കരശ്ശേരി പ്രദേശത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും മുഴുവൻ പാർട്ടി ബന്ധുക്കളുടെയും ഹൃദയം നിറഞ്ഞ പിന്തുണയും സഹായവും ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷനിൽ ചേർന്ന മുഴുവൻ സഖാക്കളെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ